പാർലമെൻറ്റ് പാസ്സാക്കിയ PC ആക്ടിലെ അമെൻമെൻറ്റ് 17ഉം 19ഉം പലപ്പോഴും അഴിമതികൾ കണ്ടെത്താനും അഴിമതികൾപ്പെട്ട ആളുകളെ ശിക്ഷിക്കാനുമുള്ള പ്രയാസം നമുക്ക് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ നേരിടുന്നുണ്ട്. ഇതിനായി സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള ഒരാളാണ്. അതിൽ പറയുന്നത് ആരുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ മന്ത്രിയുടെയോ MP, MP, MLA, XMLA, മുതിർന്ന ഉദ്യോഗസ്ഥൻ അവരുടെയൊക്കെ പേരിൽ വിജിലൻസിന് കേസെടുത്ത് അന്വേഷിക്കണമെങ്കിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ അനുവാദം വേണം. അതൊരു വലിയ ദുഷ്കരമായ കാര്യമാണ്. പലപ്പോഴും അത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ അഴിമതി നിർമ്മാർജ്ജനം തടസ്സപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതാണ് അത് മാറ്റാൻ വേണ്ടി ഞാൻ വ്യക്തിപരമായി നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിസ്ഥിതിയിൽ കുറെ കൂടി വിജിലൻസിനെ ശക്തിപ്പെടുത്താൻ, വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ അഴിമതി കേസുകൾ വേഗത്തിൽ തീർക്കാൻ അങ്ങനൊരു വലിയ ഒരു പരാതി ജനങ്ങൾക്കുണ്ട്. അതിന് ഇപ്പം ഡിപ്പാർട്ട്മെൻ്റ് കുറ്റമൊന്നുമല്ല. പല കേസുകളും അന്വേഷിച്ചവർ കൊടുത്താൽ തന്നെ നിയമപരമായ തടസ്സങ്ങൾ, കോടതിയുടെ ഇടപെടൽ, ആളുകൾ സുപ്രീം കോടതിയിൽ പോകുന്നത്, അങ്ങനെ നിരന്തരമായ പല കോടതികളെ സമീപിക്കുന്നതുകൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഡിലേ ഉണ്ടാകുന്നുണ്ട്. ആ ഡിലേ പരമാവധി ഒഴിവാക്കാനും ഫലപ്രദമാക്കാനും കേസുകളുടെ കൈകാര്യം ചെയ്യുന്ന നടപടികൾ ഫലപ്രദമാക്കാനും ടെക്നോളജി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിലാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവെ സംസ്ഥാനത്ത് അഴിമതി നടത്തുന്നവരെ അവരുടെ ചെവിക്ക് പിടിക്കാൻ കഴിയത്തക്ക നിലയിൽ വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് സീറോയ്ക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പൂർണ്ണമായ പിന്തുണ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊരു വിസിൽ ബ്ലോവറായി പ്രവർത്തിക്കാം. അതൊക്കെ കേരളത്തിലെ പത്രപ്രവർത്തകരാണ് ഈ അഴിമതികളൊക്കെ കണ്ടെത്തി പറയുന്നത്. അത് കുറഞ്ഞൊരു കാലഘട്ടമാണ്. അത് കുറഞ്ഞു വരുന്നുവെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ വിജിലൻസിനെ സഹായിക്കാൻ നിങ്ങളും മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് എൻ്റെ ഒരു നിങ്ങളോടുള്ള അഭ്യർത്ഥന. കൈക്കൂലി അത് നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ വേഗത കുറയും. അപ്പോൾ അതൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നത്. കൈക്കൂലി കൊടുത്തിട്ടാണല്ലോ സ്പീഡപ്പ് ആക്കുന്നത്. അല്ല, കൈക്കൂലി കൊടുക്കാതെ തന്നെ സ്പീഡപ്പ് ആക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഫയൽ നീക്കമൊക്കെ നിരീക്ഷിക്കാനൊക്കെ കൈക്കൂലി കൊടുക്കാതെ തന്നെ സ്പീഡപ്പ് ആക്കണം, അതാണ് ലക്ഷ്യം. അതാണ് കൈക്കൂലി കൊടുത്താലേ സ്പീഡാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരൊന്നുമല്ല. കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന, നല്ല കാര്യക്ഷമതയുള്ള, പണം വാങ്ങാതെ പ്രവർത്തിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട്. നല്ലൊരു ശതമാനം, ചെറിയൊരു ശതമാനമായിരിക്കും ഈ കൈക്കൂലിയും അഴിമതിയും കൊള്ളയൊക്കെ നടത്തുന്നത്. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മിനിസ്റ്റർ, ഈ അഴിമതി എന്ന് പറയുമ്പോൾ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖലയാണ്. അപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ച് അവർക്കൊരു പരിധി ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ ഈ ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്നും നേതൃഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്ന അഴിമതി മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴേക്കും അതിനൊക്കെ വിജിലൻസ് എത്രമാത്രം മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം അവർക്ക് നൽകുമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലത്തെ പോലെ ആയിരിക്കില്ല. എന്നാലും വ്യത്യസ്തമായ സമീപനങ്ങളും ഞാൻ എല്ലാ കാലത്തും ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെല്ലാം ഞാൻ അവർക്ക് വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം, ഈ കേസുകൾ വരും, കോടതിയിലേക്ക് പോകും, വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ട്രയൽ പൂർത്തിയാവുന്നത്. ഒരു ഉദ്യോഗസ്ഥർ ടോപ്പ് കേസ് പെട്ട് കഴിഞ്ഞാൽ 70ാമത്തെ വയസ്സിലേക്കാണ് അയാളുടെ 80ാമത്തെ വയസ്സിൽ സാർ 10 വർഷം കൂട്ടിയ 80 വയസ്സ്. അതാണ് ഒരു പ്രശ്നം. ഇവിടെ ഈ അഡ്വൈസേഴ്സിനും പ്രോസിക്യൂട്ടേഴ്സിനും രണ്ടായി തരംതിരിച്ചിരുന്നു ഇത്. പക്ഷേ വർഷങ്ങളായി ഈ പോസ്റ്റിംഗ് നടക്കാതെ താൽക്കാലിക പ്രോസിക്യൂട്ടേഴ്സ് ആണ് വിജിലൻസ് കോടതികളിലുള്ളത്. അല്ല, അതിപ്പോൾ PSCക്ക് വിട്ടിരിക്കുകയാണ്. PSC വരുന്നവരേ ഉള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഞങ്ങളെ ശ്രദ്ധയിൽ നിന്ന് വന്നൊരു കാര്യമാണത്. അതിന് ഡയറക്ടർ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വേഗതയിൽ ചെയ്യും. കേസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അരുൺ ചോദിച്ചത്. പല കേസുകളിലും ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ കിടപ്പുണ്ട്. പാലാരിവട്ട അഴിമതി കേസ് 5 വർഷമായി റിപ്പോർട്ട് കൊടുത്തിട്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ട്. അപ്പോൾ അതിലെ ആ പർട്ടിക്കുലർ കേസിൽ തന്നെ എന്തായിരിക്കും ഗവൺമെന്റ്? അല്ല, അത് എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അത് പരിശോധിക്കേണ്ടത്. ഈ ആക്ട് വലിയ തടസ്സമാണെന്ന് തോന്നി. പാർലമെന്റ് പാസാക്കിയ ആക്ട് താങ്കൾ തന്നെ നിയമ നടപടി പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്, എന്നിട്ടും സാധിച്ചില്ല. അപ്പൊ അതെങ്ങനെയാ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് തടസ്സമാവില്ലേ വീണ്ടും? അല്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കല്ലേ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള എല്ലാ വിജിലൻസ് സംവിധാനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ്.
പാർലമെന്റ് ഡിബേറ്റ് പോലും നടന്നില്ല, ബഹളത്തിനിടയിൽ പാസ്സാക്കിയതാണ്, ആരും അറിഞ്ഞു പോലുമില്ല. ഈ വിജിലൻസിന്റെ മിന്നൽ പരിശോധനകൾ മനോജ് എബ്രഹാം സാറിന്റെ ചുമതലയേറ്റ ശേഷം തുടർച്ചയായി നടക്കുന്നുണ്ട്. ഈ മണ്ണ് മാഫിയക്കെതിരെ, ഒപ്പം തന്നെ വില്ലേജ് ഓഫീസറുകൾ, സബ് രജിസ്റ്റർ ഓഫീസർ, അത്തരം മിന്നൽ പരിശോധന ഇനി തുടരുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊക്കെ അവർക്ക് അധികാരമുണ്ടല്ലോ, അവർക്ക് അവകാശമുണ്ട്, അവരതൊക്കെ ചെയ്യുന്നുണ്ട്. ഏജന്റുമാരെയൊക്കെ അതിന് ഒരു ഇതുണ്ടാവും, ഈ ഓരോ പേപ്പേഴ്സ് നീക്കണമെങ്കിൽ ഓരോ ഏജന്റുമാരുണ്ടാവും അവിടെ, അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കൈക്കൂലി കൊടുത്ത് അവർ ശരിയാക്കുന്ന കുറച്ച് ഏജന്റുമാരുണ്ട് എല്ലാ ഓഫീസുകളിലും, വില്ലേജ് ഓഫീസിൽ, താലൂക്ക് ഓഫീസിലൊക്കെ. അവർ തീർച്ചയായിട്ടും അവരെ നമ്മൾ പിടിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങൾക്ക് പണം കൊടുക്കാതെ സർക്കാർ സേവനം കിട്ടുന്ന അങ്ങനെ കിട്ടുള്ളൂ എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റും, ഒരു സംശയവും വേണ്ട. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ട ആളുകൾക്കും നീതി നിഷേധിക്കപ്പെടുന്നത് പണം കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഇൻറ്റേർണൽ വിജിലൻസിനെ കൂടി ശക്തിപ്പെടുത്താൻ നമ്മൾ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട്. അവരോട് ആവശ്യപ്പെടാൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് തന്നെ വിജിലൻസ് ഉണ്ട്, അവരോട് കാര്യമായി പ്രവർത്തിക്കണം. അപ്പം അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട്. ഡയറക്ടർ തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ട്രെയിനിങ് ക്യാമ്പ് കൂടെ നടത്തുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ സസ്പെൻഷനിലാവുകയും പിടിക്കപ്പെടുകയും ചെയ്യും, വീണ്ടും അവർ സർവീസിൽ തുടരുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് ഫലപ്രദമാകും? അല്ല, അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കുമല്ലോ, സ്വീകരിക്കാനുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും സ്വീകരിക്കുക. അങ്ങനെ ആർക്കും ഇളവുകൾ കൊടുക്കാറില്ല, പരമാവധി ഇളവുകൾ കൊടുക്കാതെ മുന്നോട്ട് പോവുക, മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായി മാറണം. ഈ ഉദ്യോഗസ്ഥൻ അയാൾ അഴിമതി ചെയ്തതുകൊണ്ട് അയാളെ ഗവൺമെൻറ് അല്ലെങ്കിൽ വിജിലൻസ് ശിക്ഷിച്ചു എന്ന് വന്നാലേ മറ്റുള്ളവർ അഴിമതി ചെയ്യാതിരിക്കും. സാർ, ഇപ്പൊ ഈ നേതാക്കളും നിരീക്ഷണത്തിലാകും, രാഷ്ട്രീയ നേതാക്കളുടെ പിന്നാലെ വിജിലൻസ് ഉണ്ടാകുമോ, നിരീക്ഷണത്തിലാക്കുമോ? അങ്ങനെയില്ല, അങ്ങനെ ആരുടെ പിന്നാലെ പോകുന്നില്ല. അഴിമതി കണ്ടാൽ അത് എന്നാ ഞാൻ പറഞ്ഞു, അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരുടെയും പിന്നാലെ നടന്ന് നിരീക്ഷിക്കുകയൊന്നും ചെയ്യില്ല. അഴിമതി ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിന് നടപടിയെടുക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.